ഒപ്പം പി സി വിശ്വനാഥ് MLA ചേരുകയാണ്. ശ്രീ പി സി വിശ്വനാഥ്, സപ്ലൈകോയിൽ വില കൂട്ടുന്നു, സബ്സിഡി സാധനങ്ങൾക്ക് 35% സബ്സിഡി വിപണി വിലയിൽ നൽകുന്നുണ്ട്. അങ്ങനെയുള്ള വില കൂട്ടൽ എങ്കിലും ഭാരം ഉപഭോക്താവിന് തന്നെ വരും വില വർധനവ് എന്നാണ് മുളകടക്കമുള്ള സാധനങ്ങൾക്ക്. എങ്ങനെയാണ് പ്രതികരണം? ഈ പ്ലാൻ ബി ലോക്സഭാ ഇലക്ഷന് ശേഷം പുറത്തെടുക്കുമെന്നാണ് ധനകാര്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ലോക്സഭാ ഇലക്ഷന് മുമ്പ് തന്നെ പ്ലാൻ ബി പുറത്തെടുത്തു കഴിഞ്ഞു. പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളതാണ്. നിലവിൽ തന്നെ സപ്ലൈകോയിൽ 13 ഇനം സബ്സിഡി ഐറ്റം പല കടകളിലും ഇല്ല. അതുകൊണ്ട് പൊതുവിപണിയെ ആളുകൾ ആശ്രയിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോ ഈ കൂടിയ വിലയിൽ സപ്ലൈകോയിൽ സാധനം കൊടുത്താൽ സപ്ലൈകോയും പൊതുവിപണിയും തമ്മിൽ എന്താ വ്യത്യാസം? 35% സബ്സിഡി പറയുമ്പോഴത്തേക്ക് ഇതിന്മേൽ ആശ്രയിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന ആളുകളുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കുകയല്ലേ വീണ്ടും. അപ്പോ മാർക്കറ്റ് ഇന്റർവെൻഷൻ കൂടുതൽ നടത്തി വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്താൻ കൂടുതൽ പണം പമ്പ് ചെയ്യേണ്ട സമയമാണ്. അപ്പോ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തുന്നില്ല എന്ന് മാത്രമല്ല, വില കൂട്ടുകയും ചെയ്യുകയാണ്. വിശ്വനാഥ്, ഇപ്പോൾ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യം താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ലോക്സഭാ ഇലക്ഷന് ശേഷം പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ അതിനു മുൻപ് തന്നെ നടത്തേണ്ടി വന്നെങ്കിൽ അതിലൊരു ഗതികേടിന്റെ അവസ്ഥ കൂടി ഉണ്ടല്ലോ. അഴിമതി കേസിൽ 25 ലക്ഷം രൂപ ഒരു ദിവസം ഹാജരാകുന്ന അഭിഭാഷകന് കൊടുക്കാൻ പണമുള്ള സർക്കാരല്ലേ ഇത്? ഇപ്പൊ തന്നെ 75 ലക്ഷം ആയില്ലേ? പറഞ്ഞോളൂ. പ്രധാന ചോദ്യമാണ്. അഴിമതി കേസിൽ 75 ലക്ഷം രൂപ സർക്കാരിന് കൊടുക്കാൻ, വക്കീലിന് കൊടുക്കാൻ ഫീസുണ്ട്. സാധാരണക്കാരൻ്റെ മുളകില്, ഉഴുന്നില് ഇരട്ടിയോളം വില വർധനമാണ്. പി സി വിശ്വനാഥ്, ഇതെങ്ങനെയായിരിക്കും ഇനി നിയമസഭയിലടക്കം ഇനി നേരിടാൻ പോകുന്നത്? ഈ സപ്ലൈകോ പ്രതിസന്ധി എന്തായാലും നിങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് നയിക്കില്ലേ? കാര്യം ജനങ്ങൾ പൊറുതിമുട്ടുന്നു ആ ഘട്ടത്തിൽ. ഞാൻ ഈ വിഷയം 3 മാസം മുമ്പ് നിയമസഭയിൽ ഉന്നയിച്ചതാണ്. അന്ന് മന്ത്രി പറഞ്ഞത് ഒരു കാരണവശാലും വില ഉയർത്തത്തില്ല, അത് മാധ്യമ വാർത്തകൾ മാത്രമാണ്, റിപ്പോർട്ട് കിട്ടിയിട്ടേ ഉള്ളൂ, ഞങ്ങൾ അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. നിയമസഭയ്ക്ക് പോലും കൊടുക്കുന്ന ഉറപ്പിന് ഒരു വിലയുമില്ലെന്നല്ലേ മനസ്സിലാകുന്നത്. എന്ന് മാത്രമല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ഗവൺമെന്റ് പിന്നെ എന്തിനാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടി ഉണ്ടാകണം? അത് ഗവൺമെന്റ് ചെയ്യുന്നില്ല. ഇവിടെ പെൻഷൻ കൊടുക്കുന്നില്ല, ഇവിടെ പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഗ്രാന്റ്സ് കൊടുക്കുന്നില്ല, KSRTCയിൽ ജോലി ചെയ്തവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, പെൻഷൻ കൊടുക്കുന്നില്ല. എന്തിനാണ്, ആർക്കാണ് ഈ സർക്കാർ? അതുകൊണ്ട് എന്താണ് പ്രയോജനം? ആളുകൾ ഇങ്ങനെ കാറിനകത്ത് കൊടിയും വെച്ചാൽ മതിയോ? അതിനുവേണ്ടി മാത്രം ഒരു ഗവൺമെന്റിനെ ജനം സഹിക്കണോ? കേന്ദ്രം തരാത്തത് കൊണ്ട് കേരളത്തിൽ സബ്സിഡി സാധനങ്ങൾക്കും വില കൂട്ടേണ്ട അവസ്ഥയിലാണ് എന്നാണ് ധനമന്ത്രിയുടെ ന്യായീകരണം. ഞങ്ങൾ നിയമസഭയിൽ കൃത്യമായിട്ട് ചോദിച്ചല്ലോ, ഒരു മറുപടി ഉണ്ടോ? 57,000 കോടി എന്ന് പറഞ്ഞു, 31,000 കോടിയുടെ കത്ത് കൊടുക്കുന്നു. പഴയ ധനകാര്യമന്ത്രി പറയുന്നു 5,100 കോടി. ഞാൻ തന്നെ ചോദിച്ചു മന്ത്രിയോട്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എത്രയാണ് കിട്ടാനുള്ളത്? 700 കോടിയാണോ 12,000 കോടിയാണോ? മറുപടി ഇല്ലല്ലോ ഇതിനൊന്നും. അപ്പോ ഇത് കേന്ദ്ര സർക്കാരിന്റെ വക ശിക്ഷ ഒരു വശത്ത് അവര് തരുന്നുണ്ട്, കേരള സർക്കാരിന്റെ ശിക്ഷ ഇവരും തരുന്നുണ്ട്, ജനം അനുഭവിക്കുകയാണ്. വില ഉയർത്താതെ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നുവെന്ന ന്യായമാണ് മന്ത്രി GR അനിലിന് പറയാനുള്ളത്. വിലയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്താത്തത് കൊണ്ട് സപ്ലൈകോയ്ക്ക് വന്ന ബാധ്യതയെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. വിതരണക്കാർ ടെൻഡർ നടപടികളിൽ നിന്ന് മാറി നിന്നു, ഉൽപ്പന്നങ്ങൾ കിട്ടാതായി. ശരിക്കും ശ്രീ പി സി വിശ്വനാഥ്, പലയിടത്തും കിട്ടാനില്ല. ഇനി കിട്ടണമെങ്കിൽ ഈ കൂടിയ തുക കൊടുക്കേണ്ടി വരും. ചുരുക്കത്തിൽ സാധാരണക്കാരന്റെ വയറ്റത്തടിച്ചു. 6 മാസമായിട്ട് പെൻഷൻ കിട്ടാത്ത ആളല്ലേ ഇനി ഈ സബ്സിഡി സാധനങ്ങളും വില കൂടി വാങ്ങാൻ പോകുന്നത്? ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ജനം ജീവിക്കേണ്ടത്? വൈദ്യുതി ചാർജ് കൂട്ടുകയാണ്, വാട്ടർ ചാർജ് കൂട്ടുകയാണ്, എല്ലാത്തിൻ്റെയും ടാക്സ് കൂട്ടുകയാണ്. ജനം എങ്ങനെ ജീവിക്കും?